പാഠം 613. ഒരു ഭയങ്കര പിശുക്കൻ. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ കൂട്ടി. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്നലെ മുതൽ കൂടി. അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത് വേണ്ടി വന്നതെന്ന് എണ്ണ കമ്പനികൾ പറയുന്നു. ഇന്ധനവില ഉയർന്നതിന്റെ പിന്നാലെ അവശ്യ സാധനങ്ങൾക്കൊക്കെ വില ഉയരുമെന്നുള്ള ആശങ്കയിലാണ് സാധാരണക്കാർ. കഷ്ടം. ഇനിയും അരിയുടെയും പച്ചക്കറിയുടെയും വില കൂടിയ സാധാരണക്കാർ എന്ത് ചെയ്യും? എങ്ങനെ ജീവിക്കും? ആ ഫോൺ എടുക്ക. രാവിലെ പത്രം വായിക്കാൻ സമ്മതിക്കില്ല. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. പറയൂ. ഓ, നന്നായി. ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓ, വളരെ നന്നായി. ഞാൻ ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതുവഴി വരാം. ശരി. നീ ഇങ്ങോട്ട് എത്ര രാവിലെ? അത് കൊള്ളാം. രാവിലെ 9 മണിക്കാ പരമേശ്വര സാറിന്റെ ഓഫീസിലാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി മോഹനോട് പറഞ്ഞതല്ലേ. സദാനന്ദ സാറ് വാദിക്കേണ്ട കേസാ. പക്ഷെ സാറിന് ഈ ആഴ്ച മുഴുവനും തിരക്കാ. അതുകൊണ്ട് കേസ് എന്നെ ഏൽപ്പിച്ചു. കേസ് വാദിക്കുന്നത് ഞാനാന്ന് പറഞ്ഞപ്പോ പരമേശ്വര സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാണ് സദാനന്ദ സാറ് പറഞ്ഞത്. ഇത്രയും പ്രധാനപ്പെട്ട കേസ് ജൂനിയർ വക്കീൽ വാദിച്ചാൽ മതിയോ എന്ന് ചോദിച്ചെന്ന്. അപ്പൊ സദാനന്ദ സാർ പറഞ്ഞു, സത്യഭാമ എന്നെക്കാട്ടിലും പിടിക്കുകയാണ് എന്ന്. അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു വക്കീൽ സമ്മതിക്കോ മറ്റൊരു വക്കീൽ തന്നേക്കാൾ കൊള്ളാവുന്ന ഒരാളാണെന്ന്? സദാനന്ദ സാർ മോഹനേട്ടനെ പോലൊരു ദുർവാശിക്കാരനല്ലല്ലോ. ആര് നല്ലത് ചെയ്താലും അത് നല്ലതാണെന്ന് സാറ് പറയും. അതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അഭിനന്ദിക്കുകയും ചെയ്യും. മോഹനേട്ടനോ, ഞാൻ എന്ത് നല്ലത് ചെയ്താലും അഭിനന്ദിക്കില്ല എന്ന് മാത്രമല്ല, ആ ചെയ്തതിൽ എന്തെങ്കിലും ഒരു കുറ്റമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയും ചെയ്യും. അങ്ങനെ അഭിനന്ദിക്കേണ്ടതായി എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നൂല മോഹനേട്ടാ. അങ്ങനെ ഭാര്യയെ പറ്റി നല്ലത് പറഞ്ഞാൽ അത് കുറച്ചിലാണ് എന്ന് കരുതുന്ന ഒരു ശരാശരി മുഷ്കൻ ഭർത്താവാണല്ലോ എന്റെ മോഹനേട്ടൻ. അതുകൊണ്ട് മോഹനേട്ടന്റെ ഭാഗത്തുനിന്ന് അഭിനന്ദനം ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. അയ്യോ, സമയം 8 പോന്നു. 10 മിനിറ്റിലൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 9 മണിക്ക് എനിക്ക് പരമേശ്വര സാറിന്റെ ഓഫീസിലെത്താൻ പറ്റുള്ളൂ. ആള് കൃത്യനിഷ്ഠയിൽ മോഹനേട്ടനെക്കാട്ടിലും കഷ്ടമാണെന്നാ പറഞ്ഞത്. 9:15 വേറൊരു മീറ്റിംഗ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഇനിയും താമസിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. മോഹനേട്ടന്റെ ഷർട്ട് മുടി ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. രാവിലെ കഴിക്കാനുള്ളത് വിളമ്പി പ്ലേറ്റിലും വെച്ചിട്ടുണ്ട്. ഉച്ചയൂണ് ചോറ്റുപാത്രത്തിലാക്കി അടുക്കള ഇരിപ്പുണ്ട്. ഇനി എനിക്കിങ്ങനെ ഇറക്കാൻ നടക്കും മോഹനേട്ടാ? അതും മോഹനേട്ടനെ പോലെ ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു ദുഷ്ടന്റെ അടുത്ത്. സുധാകരൻ നമുക്ക് അറിയാത്ത ആളല്ലല്ലോ. പണിക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ. ഇപ്പൊ കൈക്ക് വേദന എന്ന് പറഞ്ഞ മോഹനേട്ട കേട്ടതല്ലേ. കൈക്ക് വേദന ഉള്ള ഒരാള് എങ്ങനെ ജോലിക്ക് പോകുന്നേ? ഞാനും ജോലിക്ക് പോകുന്ന ഒരാളാണ്. സർക്കാർ മാസാമാസം തരുന്ന ശമ്പളം മാത്രമാണ് എന്റെ വരുമാനം. എന്തെങ്കിലും അസുഖം വന്ന് ഒരാഴ്ചയോ 2 ആഴ്ചയോ ജോലിക്ക് പോകാൻ പറ്റാതെ വന്നാൽ എന്റെ ശമ്പളത്തിലും കുറവ് വരും. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും? മോഹനേട്ടൻ അക്കൗണ്ട് ഇഷ്ടംപോലെ കാശ് കിടപ്പുണ്ടല്ലോ. ആ കാശ് എങ്ങനെ ഉണ്ടായി? മാസ ശമ്പളത്തിൽ നിന്ന് ഞാൻ മിച്ചം പിടിച്ചുണ്ടാക്കിയ കാശാണ് ബാങ്കിൽ കിടക്കുന്നത്. അങ്ങനെ മിച്ചം പിടിക്കാനായി ഞാൻ ധൂർത്തൊഴിവാക്കുമ്പോ നിങ്ങളൊക്കെ പറയും ഞാൻ പിശുക്കനാണ്, അറുത്ത് കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് എന്നൊക്കെ. ശരിയാണ്. ഞാൻ അങ്ങനെ പിശുക്കനായതുകൊണ്ട് എനിക്ക് തരക്കേടില്ലാത്ത സമ്പാദ്യമുണ്ട്. ഒരസുഖം വന്നാൽ ആരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട് എനിക്ക് വരില്ല. മനസ്സിലായോ? സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പറയും. അതെ, ഞാൻ സ്വന്തം കാര്യം നോക്കി. എന്റെ വണ്ടി വഴി വെച്ചത് കേടായി. ഇനി 9 മണിക്ക് പരമേശ്വര സാറിന് ഓഫീസിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറൊന്ന് വിളിച്ച് പറയോ? ഓ ശരി സാർ, ഉച്ചയ്ക്ക് ഞാൻ പോയി കണ്ടോളാം. അയ്യോ, വലിയ ഉപകാരം സാർ. ഇത് ശരിയാവാൻ തോന്നില്ല വക്കീലെ. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. എന്തുപറ്റേ? സുധാര, ഈ സ്കൂട്ടർ കേടായി. ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ സഹായിക്കാവോ? അയ്യോ, എനിക്ക് പോയിട്ട് ഇത്തിരി അത്യാവശ്യമുണ്ട്. നീ വേറെ ആരെങ്കിലും നോക്ക്.
വക്കീലെ 11 മണിക്ക് കാണാം. ഒരത്യാവശ്യവും ഇല്ല. രാവിലെ ആരെങ്കിലും പറ്റിച്ച് കുറച്ച് പൈസ ഒപ്പിച്ച് കാണും. അതുകൊണ്ട് രാമൻകുട്ടിയുടെ ഷാപ്പിലോട്ട് പോകുന്ന വഴിയാ. കടം വാങ്ങുക, കുടിക്കുക, ഇത് തന്നെ പണി. സാരമില്ല, ഞാനിതൊക്കെ തള്ളിക്കൊണ്ട് പൊക്കോളാം. 1/2 കിലോമീറ്ററല്ലേ ഉള്ളൂ. നന്നാക്കി വീട്ടിലോ ആഫീസിലോ എവിടാണെന്ന് വെച്ചാൽ കൊണ്ടുതരാം. അല്ല, എനിക്ക് അങ്ങോട്ട്. ഓ, വക്കീലിനെ അറിയില്ല അല്ലേ? ഞാൻ ജോണിക്കുട്ടി, വില്ലേജ് ഓഫീസിന്റെ അടുത്ത് പെട്ടിക്കട നടത്തുക. മോഹനേഷ് സാറിന് എന്നെ അറിയാം. അപ്പൊ എങ്ങനെ സ്കൂട്ടർ ഞാൻ കൊണ്ടുപോകട്ടെ വക്കീലേ? അത്ര എളുപ്പത്തിലൊന്നും ആർക്കും പിടികിട്ടില്ല. ഒരേ സമയം പിശുക്കനും അതേസമയം അങ്ങേയറ്റത്തെ മനുഷ്യസ്നേഹിയുമായിരിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ വില്ലേജ് ഓഫീസർക്ക് ഇതൊക്കെ പറ്റുമെന്നതാണ് ഇന്ന് മനസ്സിലായ പാഠം. സ്നേഹിക്കാൻ നന്നായി അറിയാവുന്ന ഈ വിചിത്ര ദമ്പതികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.